ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ സി പി യുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം സി പി യു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഏകദേശം നോട്ടിഫിക്കേഷൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ആ ഒരു ചൂടിൽ പഠിച്ചു തുടങ്ങണം, ഈ സി പി യു എടുക്കണം എന്നൊക്കെ പറയാൻ മൈൻഡ് ഇരിക്കുകയാണ്. അപ്പോൾ എത്ര പേർക്ക് ആ ചൂട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പം ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഇന്ന് നിൽക്കുമ്പോൾ എത്ര പേര് അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെയാണ്. ചിലപ്പോൾ ഈ വീഡിയോ എത്തുമ്പോഴത്തേക്ക് അതിനുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സി പി ഒയ്ക്ക് നമ്മൾ ആദ്യം നോക്കിയിരിക്കേണ്ട 50 ടോപ്പിക്കുകൾ പാർട്ട് 1. ഇതൊരു സീരീസ് ആയിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടാഴ്ച വരെ രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ചയ്ക്കുള്ളിൽ, രണ്ടാഴ്ച തന്നെ വേണമെന്നില്ല, ഒരു ദിവസം 5 ടോപ്പിക് വെച്ച് പഠിച്ചാൽ പോലും 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് തീരും. അപ്പോൾ അതിനുശേഷം നമ്മൾ പാർട്ടായിട്ട് നമ്മൾ നമ്മളൊരു പക്ക ഒരു മൈൻഡിൽ നമ്മൾ വളരെ സ്മാർട്ട് വർക്കിലൂടെ സി പി ഒ പരീക്ഷ നമ്മൾ നേടും. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാ നോക്കിക്കോ, ഹിസ്റ്ററിക്ക് നമുക്ക് 5 മാർക്കാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 5 മാർക്കിനുള്ള നമ്മളെ സി പി ഒ പരീക്ഷയിൽ ചോദിക്കുന്ന ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെപ്തിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. നോൺ യൂണിഫോം പോസ്റ്റുകൾക്ക് ചോദിക്കുന്ന പോലെ അല്ല സി പി ഒ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയുന്ന വിശ്വാസം ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2021 നടന്ന 2022 അതിന്റെ മെയിൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 2022 മുതൽ 24 വരെ നടന്ന ഫോഴ്സ് ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്ത് സി പി ഒ ഉണ്ട്, സിഇഒ ഉണ്ട്, ഫയർ ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം, IRB എടുത്ത് നോക്കാം. ഇതിലെല്ലാത്തിലും വന്നിരിക്കുന്ന ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നല്ല ഡെപ്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, നല്ല സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം നോക്കിയിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ, അതിന്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കിയോ. ആദ്യം നിങ്ങൾ യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കണം. ഓക്കെ, അതിനകത്ത് എന്താണ്, നമ്മൾ പോഡാ ബീഫെ എന്ന് പറയുന്ന ഒരു കോഡൊക്കെ വെച്ച് പഠിക്കും അല്ലേ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇതിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ഫ്രഞ്ചുകാർ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ മെയിൻലി ഡച്ചുകാരും അങ്ങനെ വലുതായിട്ട് കാണാനില്ല. പക്ഷേ ബ്രിട്ടീഷുകാരിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. മെയിൻലി ഈ ഒരു ടോപ്പിക്ക് വരുമ്പോൾ തന്നെ പോർച്ചുഗീസുകാർ, എസ്പെഷ്യലി നമ്മുടെ വാസ്കോഡ ഗാമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. കർത്താസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, മനസ്സിലായില്ല. അതായത് നമ്മുടെ കേരളവുമായിട്ടുള്ള വാണിജ്യ ബന്ധത്തിനുള്ള ഒരു പാസ് ആണ് കർത്താസ് എന്ന് പറയുന്നത്. കർത്താസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. കർത്താസിനെ പറ്റി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതൊരു SCRT ഫാക്റ്റും കൂടെയാണ്. അപ്പൊ അതുപോലെ പിന്നെ എന്താണ്, ഫ്രഞ്ചുകാരെ പറ്റി അധികം ചോദിച്ചിട്ടില്ല. മാഹി അവരുടെ കേന്ദ്രമായിരുന്നു. പിന്നെ ഇതുപോലെ എന്താണ്, പോണ്ടിച്ചേരി അവരുടെ കേന്ദ്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റി പറയുമ്പോഴത്തേക്ക് അതിനകത്തും അത്യാവശ്യം കേരളത്തിലെ കേണൽ മൺട്രോയെ പറ്റിയും അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേണൽ ലീഗർ, വേലുത്തമ്പി ദളവ കലാപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ചോദിച്ചിട്ടുള്ളത്. അപ്പം യൂറോപ്യന്മാർ ആഗമനം പഠിക്കുമ്പോൾ ആ പോർച്ചുഗീസുകാരുടെ ഭാഗമൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. എസ്പെഷ്യലി മാനുവൽ കോട്ട, സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വാസ്കോഡ ഗാമയെ പറ്റിയുള്ള ഫാക്റ്റുകൾ, പിന്നെ അൽബുക്കർക്കിനെ പറ്റിയുള്ള ഫാക്റ്റുകൾ, ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തിരുവിതാംകൂർ രാജവംശം. ആകെ മൊത്തം 12 രാജാക്കന്മാർ നമുക്ക് പഠിക്കാനുണ്ട്. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ തിരുനാൾ, അതുപോലെ തന്നെ അതിന്റെ സിലബസ് കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ ഈ രാജാക്കന്മാരെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇന്ന രാജാവ് 1729 തൊട്ട് 88 വരെ മാർത്താണ്ഡവർമ്മയുടെ കാലം അങ്ങനെ പഠിക്കുന്നതിനേക്കാളും ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ 12 രാജാക്കന്മാരുടെയും ഭരണപരിഷ്കാരങ്ങളുണ്ട്. മറ്റേ മുളക് മടിശീലക്കാരാണെങ്കിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ധർമ്മരാജ അല്ലെ, നമ്മുടെ മലബാറിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ അഭയം കൊടുത്തപ്പോൾ ധർമ്മരാജയായി. പിന്നെ തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം തിരികെ മാറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ മറ്റേ എന്താണ്, ആട്ടക്കഥകൾ രചിച്ച രാജാവ്, അങ്ങനെയൊക്കെ അറിയാം. പിന്നെ സ്വാതി തിരുനാളിനെ പറ്റി മേരുസ്വാമി, മുത്തുസ്വാമി, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം എന്താണ്, അദ്ദേഹത്തിന്റെ സംഗീതജ്ഞരായിരുന്നു. പിന്നെ നമ്മുടെ നക്ഷത്ര ബംഗ്ലാവ്, കാഴ്ച ബംഗ്ലാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വാതി തിരുനാൾ. അങ്ങനെ ഓരോ രാജാക്കന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് ഏതൊരു ചോദ്യ പേപ്പർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഇവരുടെ ഭരണപരിഷ്കാരങ്ങളാണ്. പിന്നെ റയർലി ഇവരുടെ ദിവാമാരെ പറ്റിയും ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ, രാജാ കേശവദാസ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള പിന്നെ ആൾക്കാരെ പറ്റി ഇവിടെ ഒന്ന് നോക്കി വെച്ചേക്കുക. വേലുത്തമ്പി ദളവയെ പറ്റി സ്റ്റാൻഡ് അലോൺ ടോപ്പിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കുണ്ടറ വിളംബരവും പിന്നെ മറ്റേ നാട്ടുകൂട്ടിളക്കൊക്കെ 2023 ജൂലൈ മാസം 22-ാം തീയതി നടന്ന കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്ക് SAP പിന്നെ നമ്മുടെ തിരുവനന്തപുരം ബറ്റാലിയന്റെ പരീക്ഷകൾക്ക് ചോദിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. കാരണം ആ പരീക്ഷ അന്ന് എഴുതിയിരുന്നു. അപ്പൊ എന്തായാലും അത് പഠിക്കുക. പിന്നെ കേരളത്തിലെ കലാപങ്ങൾ, അഞ്ചുതെങ്ങ് കലാപം മുതൽ ഏകദേശം പാലിയം സത്യാഗ്രഹങ്ങൾ വരെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ പഠിക്കുന്നതിനേക്കാളും ഓരോ കലാപങ്ങളിൽ നിന്ന് കീ പോയിന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതായത് നമ്മുടെ
അഞ്ചുതെങ്ങ് കലാപമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ എന്താണ് അതിൽ സംബന്ധിച്ചൊരു ചോദ്യം, പിന്നെ നമ്മുടെ എന്താണ് അവിടുത്തെ തദ്ദേശീയരുമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആറ്റിങ്ങൽ കലാപം, കേണൽ ഗിഫോർഡ് 144 എല്ലാവരെയും അടിച്ച് കൊന്നു കളഞ്ഞു. പിന്നെ അതുപോലെ കേരളത്തിനെ പറ്റിയുള്ള ഒരു സംഘടിത കലാപമായിരുന്നു. ഇങ്ങനെ ഓരോ കലാപങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായി, നമ്മുടെ കയ്യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റിൽ നമ്മുടെ കയ്യിലായി. അപ്പൊ ഇത് പഠനം ഹെക്റ്റിക് ആക്കാതെ ഓരോ ദിവസവും ഈ എന്താണ് ഒരു കൂട്ടമായിട്ട് വരുന്ന ടോപ്പിക്, ഇപ്പൊ രാജാക്കന്മാരെ ഒരു ദിവസം 2 ടോപ്പിക് വെച്ച് പോവാം, 2 രാജാക്കന്മാരെ വെച്ച് പോവാം. ഈ 2 രാജാക്കന്മാരെ മുഴുക്ക ഇരുന്ന് വായിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ ഈ 2 രാജാക്കന്മാരെ എടുത്ത് വെക്കുക, അവരുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കുക, അവരുമായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ നോക്കുക. കുളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട 1741 ഓഗസ്റ്റ് 10. പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ദിലനോയ് എവിടെ നിന്ന് വന്ന സൈന്യം, അത് സിലോണിൽ നിന്ന് വന്ന സൈന്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഡച്ചുകാർ, പിന്നെ ഒരു യൂറോപ്യൻ ശക്തി ആദ്യമായിട്ട് ഒരു നാട്ടുരാജ്യത്തിന്റെ മുമ്പിൽ തോറ്റു പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അലക്സാണ്ടർ ഓം, നിങ്ങൾക്കറിയാം വേണാട് ഉടമ്പടി 1723 മാർത്താണ്ഡവർമ്മയായിട്ട് ഒപ്പിട്ട്, അതൊക്കെ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ടക്കൊക്കെ പഠിക്കുക. പിന്നെ കേരളത്തിലെ കലാപങ്ങളെ പറ്റി പറയുമ്പോൾ 1812 നമ്മുടെ എന്ത് കലാപമാണ്, 1812 നമ്മുടെ കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറിച്യരും കുറുബരും ഉണ്ടായിരുന്നു. ഗിരിവർഗ കലാപമാണ്. പിന്നെ രാമൻ നമ്പി, രാമൻ മൂപ്പൻ, മറ്റേ 1000 വീട്ടിൽ കോന്തുണ്ണി, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പഴശ്ശി കലാപങ്ങൾ പഠിച്ചു വെക്കുക. പഴശ്ശി കലാപം ആർദർ വെല്ലസിലെ പറ്റിയുള്ള ഫാക്ടുകളുണ്ട്. അതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടിപ്പ് അപ്പം നമ്മൾ ഈ രണ്ട് പിന്നെ പഴശ്ശി കലാപങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മുടെ മൈസൂർ യുദ്ധങ്ങളെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അത്രയും ആകുമ്പോൾ തന്നെ ഏകദേശം നല്ല കേരള ഹിസ്റ്ററിക്ക് നല്ലൊരു തറ നോളജ് ആവും. INC പറ്റി പഠിക്കുക. INC-യുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, വിദേശികളായ പ്രസിഡന്റുമാര്, വനിതകള്, എത്ര വനിതകളായിട്ടുണ്ട്, എത്ര പ്രാവശ്യമായിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വനിത. പിന്നെ ചില സെഷൻസിന്റെ പ്രത്യേകതകൾ പഠിക്കുക. എന്തൊക്കെയാണ് ഈ മൗലിക അവകാശമായിട്ട് ബന്ധപ്പെട്ട സെഷൻസ് പഠിക്കുക. പിന്നെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പഠിക്കുക. സൈമൺ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് INC-യുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. വിദേശികൾ എന്തെങ്കിലും പിന്നെ ഈ പറയുന്ന പോലെ AO ഹ്യൂമിനെ പറ്റി ചെറുതായിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക. ദാദാഭായ് നവറോജിയെ പറ്റി നോക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറ്റി WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി, അദ്ദേഹത്തിനെ പറ്റി നോക്കി വെച്ചിരിക്കുക. അങ്ങനെ ഒന്നൊന്ന് ഇളക്കി ഒന്ന് പഠിച്ചോ. ചില പ്രത്യേകപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സമ്മേളനം നടന്നത് എവിടെ, P ആനന്ദ ചാർലു, അദ്ദേഹം ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ ലാൽപാൽ ബാൽ അവരെ പറ്റി ഒന്ന് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദ പിന്നെ നമ്മുടെ എന്താണ് ഈ ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദം വെച്ചാൽ അവർ തീവ്രവാദി എന്നല്ല, തീവ്ര ദേശീയവാദികളെയും മിതവാദികളെയും പറ്റി പഠിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. പിന്നെ 1ാം സ്വാതന്ത്ര്യ സമരം, അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. കലാപം നയിച്ചവര്, കലാപ സ്ഥലങ്ങള്, പിന്നെ ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് വരുന്ന കുറെ ഇവന്റ്സുകളുണ്ട്. പിന്നെ ഈ കലാപം അടിച്ചെടുത്ത് ബ്രിട്ടീഷ് ഓഫീസർമാരെ പറ്റി പഠിക്കുക. പിന്നെ അവധിനെ പറ്റി പഠിക്കുക. വാജിദ് അലി ഷായെ പറ്റി പഠിക്കുക. ഡൽഹൌസി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ഡൽഹൌസി എന്താണ് പറഞ്ഞത്, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറിപ്പഴമാണ് അവതെന്ന് പറഞ്ഞ ഡൽഹൌസിയില്ലേ. അപ്പം അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യം, ഡൽഹൌസിയെ പറ്റി ഒരു സ്റ്റാൻഡ് അലോൺ പഠിക്കുക. കാരണം ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, ഡൽഹൌസിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് പഠിക്കുക. SCERT ഫാക്ടുകളൊന്ന് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് 1ാം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നല്ല വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് അടിപൊളി കഥ പോലെ പഠിക്കാൻ പറ്റും. പിന്നെ ഇതുമായിട്ട് സംബന്ധിച്ച് വന്ന ബുക്കുകൾ, പെയിന്റിങ്ങുകൾ, തോമസ് ബാർക്കർ, പിന്നെ നമ്മുടെ എന്താണ് മണികർണിക, ആ സിനിമയെ പറ്റി പഠിക്കുക. മംഗൽ പാണ്ഡെ റൈസിംഗ്, ആ സിനിമയെ പറ്റി പഠിക്കുക. കേതൻ മേത്ത, അതിന്റെ സംവിധായകൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തെങ്കിലും കറണ്ട് അഫെയർ, ഇത്ര വർഷമായോ ആ യുദ്ധം നടന്നിട്ട്, അങ്ങനെ എന്തെങ്കിലും അതും കൂടെ നോക്കി വെച്ചിരുന്ന ഈ ഭാഗത്ത് കറണ്ട് അഫെയർ എന്ന ചുളുവിനൊരു മാർക്ക് കൂടെ കിട്ടും. ഓക്കെ, അത്രയായല്ലോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അതും കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, അത് പിന്നെ ആദ്യം വന്ന കമ്മിറ്റി, JVP കമ്മിറ്റി, എന്താണ് ഫസൽ അലി കമ്മീഷൻ, അത് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ പോറ്റി ശ്രീരാമലുവിനെ പറ്റി പഠിക്കണം. ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായതിനെ പറ്റി പഠിക്കണം. പിന്നെ 1956 വന്ന 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ടീസ് വിടുക, ഇതൊക്കെ പറ്റും. പിന്നെ അതാ നമ്മളെ 2 സ്റ്റാർ ടോപ്പിക്കുകൾ, ഇതില്ലാതെ ഒരു വേൾഡ് ഹിസ്റ്ററി എന്നൊരു ചോദ്യമില്ല. വിപ്ലവങ്ങളുടെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ 2 വിപ്ലവങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. അമേരിക്കൻ വിപ്ലവം പഠിക്കുമ്പോഴത്തേക്കും സാമുവൽ ആഡംസിനെ പറ്റി പഠിക്കുക, ബോസ്റ്റൺ ടീ പാർട്ടിയെ പറ്റി പഠിക്കുക, പിന്നെ നമ്മുടെ ക്വാർട്ടറിംഗ് ആക്ടിനെ പറ്റി പഠിക്കുക, സ്റ്റാമ്പ് ആക്ട്, ഹാറ്റ് ആക്ട്, ഇങ്ങനെയുള്ള ആക്ടുകളെല്ലാം കടകടാന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് സംബന്ധിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കാരണം മദർ ഓഫ് ഓൾ റെവല്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. 1789 അത് വരുന്നത്. അപ്പൊ അത് പഠിക്കുക. ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണങ്ങൾ, കോസസ് ഓഫ് ദ റെവല്യൂഷൻ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ. സാമ്പത്തിക കാരണങ്ങൾ എന്താണ്, സാമ്പത്തിക കാരണം അറിയാൻ അമേരിക്കൻ വിപ്ലവത്തിനെ സഹായിക്കാൻ പോയതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ലൂയി 16 പറ്റി, മേരി ആന്റോണറ്റിനെ പറ്റി, 1415 പറ്റി, പിന്നെ നെക്കർ എന്ന് പറയുന്ന ഒരു ബാങ്കർ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കുക. ഒരു വിപ്ലവം നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു ടെക്നിക്ക് പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട്.
അതായത് ഒരു വിപ്ലവത്തിലെ സംഭവങ്ങൾ അത്രയും പഠിക്കും, വ്യക്തികളെ പഠിക്കും, വ്യക്തികളുടെ ഇമ്പോർട്ടൻസ് പഠിക്കും. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞാനൊരു വിപ്ലവം പഠിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ വിപ്ലവം പെട്ടെന്ന് തീരും, പെട്ടെന്ന് തീരും. നിങ്ങൾ ഈ ചുമ്മാ വായിച്ച് ഇതാവേണ്ട ആവശ്യമില്ല. അത് നോക്കി പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, പ്രഷ്യയെ പറ്റി പറയുമ്പോൾ ബ്ലഡി സൺഡേ ഉണ്ട്. അത് ഫാദർ ഗപ്പോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ 2022 അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. അപ്പൊ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു രീതിയിൽ ഒരു പ്രിപ്പറേഷൻ പോകുമ്പോൾ നമുക്ക് പഠനം കുറച്ച് സുഗമമായിട്ട് തോന്നും. ഞാനിവിടെ ചെയ്തിട്ട് എനിക്കും കൂടെ ഫലപ്രദമായതാണ് നിങ്ങളോട് ആ ഒരു സ്ട്രാറ്റജി പറയുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ജിയോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അമൽ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞനുസരിച്ച് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്കത് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഭൂമിയുടെ ഘടനകളെ പറ്റി പഠിക്കുക. ദ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ പാർട്ടുണ്ട്, സബ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. അന്തരീക്ഷത്തിനെ പറ്റി, അന്തരീക്ഷത്തിന്റെ ഘടന, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ നമ്മളെ ട്രോപ്പോസ്ട്രാറ്റോ, മീസോ, തെർമോ, എക്സോ അത് മൊത്തം പഠിക്കുക. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കഴിഞ്ഞ CPO 2024 ചോദ്യം ഉണ്ടായിരുന്നു, മീസോസ്ഫിയറിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓഷ്യൻ കറൻസ്, കൊറോഷിയോ കറൻസ് എന്താണ്, അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ വരുന്ന കറൻസ് എന്താണ്, ഓരോ ഓഷ്യൻസിൽ വരുന്ന കറൻസ് ഉണ്ട്, ആ കറൻസ് എല്ലാം പഠിക്കുക. അതെല്ലാം കൃത്യമുണ്ട്. പിന്നെ നമ്മുടെ അന്തരീക്ഷത്തെ പറ്റി ഔറോറോ ബോറിയാലിസിസ് എന്താണെന്ന് പഠിക്കുക. ഔറോറോ ബോറിയാലിസിസ് എവിടെ, പിന്നെ എവിടെയാണ് രൂപപ്പെടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതിൻ്റെ പിന്നെ ഉത്തര മഹാസമതലം പോലുള്ള ഭൂപ്രകൃതിയെ പറ്റി, സമുദ്ര പ്രദേശങ്ങൾ, ദ്വീപുകൾ, അങ്ങനെയുള്ള, പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കറണ്ട് അഫെയർ ഉണ്ട്, അതിന്റെ പേരൊക്കെ മാറ്റിയല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ജോഗ്രഫി ആയിട്ട് വരുന്ന സ്ഥലങ്ങളുമായിട്ട് വരുന്ന കറണ്ട് അഫെയർ ജസ്റ്റ് നോക്കി. ഭൂപ്രകൃതി നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇതിന്റെ വനവിസ്തീർണം എത്രയാണ്, പിന്നെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളൊക്കെ നോക്കി വെക്കുക. എന്തെങ്കിലും സംസ്ഥാനങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു കറണ്ട് അഫെയർ ഉണ്ടെങ്കിൽ അതുകൂടെ നോക്കി വെച്ചിട്ട് നല്ലതായിരിക്കും. പിന്നെ ഇന്റർനാഷണൽ കറണ്ട് അഫെയർ പറ്റി നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും റിവേഴ്സുമായിട്ട് സംബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റി പഠിക്കുക. ഇന്ത്യയിൽ ഓരോ മേഖലയിൽ ഓരോ സോൺസ് ഉണ്ട്, ആ സോൺസിനെ പറ്റി പഠിക്കുക. അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, പിന്നെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം എവിടെയാണ്, ഏറ്റവും കൂടുതൽ ചൂട് കുറഞ്ഞ സ്ഥലം എവിടെയാണ്, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ പഠനം കൊണ്ടുപോകുക. ക്ലൈമറ്റ് എന്താണ് ക്ലൈമറ്റ് ഉണ്ടാകാനുള്ള കാരണം, കേരളത്തിൽ എന്തുകൊണ്ടാണ് സമ്മിശ്രമായൊരു ക്ലൈമറ്റ് വരുന്ന, സമുദ്രത്തിന്റെ സാമീപ്യം കൊണ്ട് നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് വന്നേക്കാവുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. പിന്നെ നദികൾ, കേരളത്തിൽ വരുന്ന നമ്മുടെ നദികൾ മുഴുവൻ ആ 100 കിലോമീറ്ററിന് മുകളിലുള്ള എല്ലാ നദിയും നന്നായിട്ട് പഠിച്ചു വെച്ചു. നമുക്ക് വളരെ ആവശ്യമുള്ള നദികളാണ്. അതെല്ലാം പഠിക്കുക. ഒഴുകുന്ന ജില്ലകൾ പഠിക്കുക, അതിന്റെ തീരത്ത് എന്തെങ്കിലും കേന്ദ്രം ഉണ്ടെങ്കിൽ പഠിക്കുക. പിന്നെ മെയിൻലി അതിൽ വന്നിരിക്കുന്ന അണക്കെട്ടുകളെ പറ്റി പ്രത്യേകം പഠിക്കണം. നദികളിൽ വരുന്ന അണക്കെട്ടുകളെ പറ്റി പഠിക്കണം. പിന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, എത്രയൊക്കെ വന്യജീവി സങ്കേതങ്ങളുണ്ട്, പിന്നെ ദേശീയോദ്യാനങ്ങൾ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ ജില്ലകളിലാണ്, അവിടെ സംരക്ഷിക്കുന്ന മൃഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ നോക്കി വെച്ചിരുന്ന ജോഗ്രഫി ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ട് ഇത്രയും നിങ്ങൾ കവർ ചെയ്താൽ മതിയാവും. ഇനി അടുത്ത് നമ്മൾ എക്കണോമിക്സ് നോക്കുമ്പോൾ 5 മാർക്കിന് വരുന്ന ടോപ്പിക്കാണ്. നേരത്തെ ജോഗ്രഫി 5 മാർക്കിന് ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ നീതി ആയോഗിനെ പറ്റി നന്നായിട്ടൊന്ന് പഠിക്കുക. നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് എന്താണ്, പുതിയ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്, നീതി ആയോഗിന്റെ ഇൻഡെക്സ് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട് വരും. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നീതി ആയോഗ് സെറ്റ് ആവും. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ, പഴയ പരിപാടിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആ ഒരു വലിയേട്ടൻ നയങ്ങളും, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങളുടെ ഉത്ഭവം, എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്, ദ ജെനസിസ് ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷനൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ അത് നോക്കുക. പിന്നെ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് 1991. ഓക്കെ, നിങ്ങൾക്കറിയാം നരസിംഹറാവും മൻമോഹൻ സിംഗും കൂടെ കൊണ്ടുവന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ പഠിക്കുക. ആ ചരക്ക് നികുതികൾ എടുത്തു മാറ്റുന്ന കാര്യങ്ങളും, അവിടെ ഇന്ത്യ സുഗമമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന മൻമോഹൻ സിംഗിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പഠിക്കുക. അദ്ദേഹം ഇപ്പം കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി, സോറി നാക്ക് പഴച്ചുപോയി. ഓക്കെ, എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇപ്പൊ നമുക്ക് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി, ഇപ്പൊ കറക്റ്റ് ആയില്ലേ? എന്തായാലും അദ്ദേഹം ഇപ്പൊ നമ്മളിവിടെ പോയിട്ടുണ്ട്, പറയാതെ പോയി എനിക്ക് പിന്നെ സമാധാനമില്ല, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് പഠിക്കുക. അപ്പം നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മളെ നോർമൻ ബോർലോഗിനെ പറ്റിയും MS സ്വാമിനാഥനെ പറ്റിയും ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളെല്ലാം കളക്ട് ചെയ്യുക. ഡിഫറൻസ് ഓഫ് റെവല്യൂഷൻസ് ഉണ്ടല്ലേ, യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എണ്ണക്കുരുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ രജത വിപ്ലവം മുട്ടയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം പാലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വർഗീസ് കുര്യനെ പറ്റി പഠിക്കാം. കാരണം ഹരിത വിപ്ലവമായിട്ട് ഈ ഒരു വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആദ്യ ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ ഗോതമ്പ് വിപ്ലവം എന്ന് ആദ്യ ഘട്ടം അറിയപ്പെട്ടു. ആദ്യ ഘട്ടം ഏത് കാലഘട്ടത്തായിരുന്നു? 2022 എക്സൈസിന് ചോദിച്ച ചോദ്യമാണ്. 1960 മധ്യം മുതൽ 70 മധ്യം വരെ ആദ്യത്തെ കാലഘട്ടം മറക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാൽ എക്കണോമിക്സ് കുറച്ചേ ഉള്ളൂ
നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കും കയ്യിലിരിക്കും. കുറച്ചേ ഉള്ളൂ. ഏറ്റവും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് എക്കണോമിക്സ് ആദ്യം തീർക്കാം. പ്രയോറിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ്. 5 മാർക്ക് നിങ്ങൾക്ക് ഫോഴ്സ് പരീക്ഷയിൽ അടിച്ചെടുക്കാൻ സാധിക്കും. കാരണം കുറച്ച് ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകൾക്കുള്ളിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ. ഒരു കറണ്ട് അഫെയർ ചോദ്യവും 4 GK ചോദ്യവും നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ അത് വ്യക്തമായിട്ട് പഠിച്ചാൽ 5 വേണ്ടെങ്കിൽ 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് മിനിമം 3+ എന്തായാലും 4 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ബന്ധപ്പെട്ട മെയിൻ സാധനം, നമ്മൾ ഫോഴ്സ് ലെവൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ആൾക്കാരും വളരെ വ്യക്തമായിട്ടും ഡീപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഭരണഘടന എന്ന് പറയുന്ന ഭാഗം. ഭരണഘടനയിൽ 8 മാർക്കാണ് നമുക്ക് വരുന്നത്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കണം. CAG, AG, ഇലക്ഷൻ കമ്മീഷൻ, പിന്നെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, SC/ST കമ്മീഷൻ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആംഗ്ലോ ഇന്ത്യൻസ് എവിടെ വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ ഭരണഘടനാ കമ്മീഷൻസ് മുഴുവൻ PSC, UPSC ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായൊരു ധാരണ വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം. അവരുടെ അതോറിറ്റീസ് എന്തൊക്കെയാണ്, ചെയർമാൻമാരെ പറ്റി പഠിക്കുക. ഒരുപാട് ചെയർമാൻമാർ മാറിയിട്ടുണ്ട്. ചെയർമാൻമാര് ഇവര് പിന്നീട് പുനർനിയമനത്തിന് അർഹരാണോ, ചെയർമാൻമാർ പുനർനിയമനത്തിന് അർഹനാണോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. കാരണം അത് പരീക്ഷയിൽ പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ആദ്യ ഘട്ടത്തിൽ ഇത്രയും അമെൻമെന്റുകൾ നോക്കുക. 42, 44, 52, 73, 74, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, സ്വത്തവകാശത്തിനെ പറ്റി നോക്കുക, കൂറുമാറ്റ നിരോധനം, പഞ്ചായത്ത് രാജ്, നഗരപാലിക, ഈ സാധനങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അതിലൂടെ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ്, നഗരപാലിക എന്നുള്ള ടോപ്പിക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ക്ലിയർ ആയിട്ട് പോകും. അപ്പോൾ അത് പഠിക്കുക. പിന്നെ ലിസ്റ്റുകൾ പഠിക്കുക. സ്റ്റേറ്റ്, പിന്നെ സെൻട്രൽ കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ ലിസ്റ്റുകളെ പറ്റി പഠിക്കുക. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കുക. അത് വ്യക്തമായിട്ട് പഠിച്ചു. അതിനൊരു ചോദ്യം മസ്റ്റായിട്ട് കോഴ്സ് പരീക്ഷയുടെ ട്രെൻഡാണ് ഈ പറഞ്ഞ ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ. പിന്നെ ആമുഖം നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചിരിക്കുക. 2-3 പ്രാവശ്യം ആ ഒരു ആമുഖം ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. അതിലെ ഡേറ്റുകൾ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആമുഖമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റ്, ആമുഖമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിവാദങ്ങൾ, ആമുഖമായിട്ട് ബന്ധപ്പെട്ട് വന്ന അഭിപ്രായങ്ങൾ, ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓഫ് 1946 നന്നായിട്ട് പഠിച്ചു. ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു പോവാം. പിന്നെ പൗരത്വം, സിറ്റിസൺഷിപ്പ്. ഓക്കെ, ഇന്ത്യയിലുള്ളത് എന്ത് തരം പൗരത്വമാണ്, അല്ലെങ്കിൽ ഇരട്ട പൗരത്വം എന്നുള്ള ആശയം ആര് കൊണ്ടുവന്നു, ഏത് കമ്മിറ്റി കൊണ്ടുവന്നു, ആ പൗരത്വം എങ്ങനെയൊക്കെ കിട്ടാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നേടാൻ 5 കളയാൻ 3 എന്നൊക്കെ പണ്ട് നമ്മൾ കോഡ് വെച്ച് പഠിച്ചില്ല, അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് പഠിക്കുക. മൗലിക അവകാശമായിട്ട് ബന്ധപ്പെട്ട ആ ആർട്ടിക്കിൾസ് മുഴുവൻ 12 തൊട്ട് 35 വരെയുള്ള ആർട്ടിക്കിൾസ് നന്നായിട്ട് പഠിക്കുക. 19 കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ 25 to 28 മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നന്നായിട്ട് പഠിക്കുക. 29, 30 നന്നായിട്ട് പഠിക്കുക. 32 ആ റിട്ടുകൾ മൊത്തം പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ 22, 23, 24 അങ്ങനെ അതിൽ നിന്നൊന്നും കളയാനില്ല, മനസ്സിലായി. 12 ചിലപ്പോൾ വലിയ മൈൻഡ് കൊടുക്കണ്ട. പക്ഷെ 15 പഠിക്കണം, 21 നന്നായിട്ട് പഠിക്കണം, 19 നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കണം. അത് നല്ല ലെവലിൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നോക്കും, മൗലിക അവകാശം നമുക്ക് പഠിക്കാം. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, DPSP നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ആ ഭാഗത്ത് വരുന്ന എന്തൊക്കെ, കാരണം സംഭവം എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യായവാദത്തിന് അർഹമല്ല, മൗലിക അവകാശം ന്യായത്തിന് അർഹമാണ്. അതാണ് ആദ്യത്തെ അതിന്റെ ഒരു എന്താണ് ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് നമ്മുടെ DPSP എന്ന് പറയുമ്പോൾ ആ ഒരു സാധനം നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാം, ഇത്രയും സാധനങ്ങൾ പഠിക്കുക. ഇനി കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തണ്ണീർത്തട സംരക്ഷണം ചോദ്യങ്ങൾ വരുന്നുണ്ട്. തണ്ണീർത്തട ദിനം, പ്രമേയം എല്ലാം ചോദിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ നിങ്ങളൊരു 20 പദ്ധതിയെങ്കിലും ആരോഗ്യക്ഷേമ പദ്ധതികളല്ല, ബാക്കി സോഷ്യൽ ജസ്റ്റിസ് ഡെവലപ്മെന്റിന്റെ, കേരള പോലീസിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 20 പദ്ധതികൾ, ദിവസം 2 പദ്ധതി വെച്ച് പഠിച്ച് 10 ദിവസം കൊണ്ട് നിങ്ങൾ 20 പദ്ധതി റിവിഷൻ ഉൾപ്പെടെ അടിച്ച് തീർത്ത സെറ്റാണ്. പിന്നെ ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്, ഭൂപരിഷ്കരണം നടന്ന വർഷം, പിന്നെ മുഖ്യമന്ത്രി, അതിൽ ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ടൊന്ന് പഠിക്കുക. പിന്നെ സ്റ്റേറ്റ് സിവിൽ സർവീസ് നന്നായിട്ടൊന്ന് പഠിക്കുക. എന്താണ് ക്ലാസ് A ജീവനക്കാർ, എന്താണ് ക്ലാസ് B ജീവനക്കാർ, ക്ലാസ് C, പിന്നെ ലാസ്റ്റ് ഗ്രേഡ് എന്താണ്, പിന്നെ എന്തൊക്കെയാണ് ഗസറ്റ്, ആരാണ് ഗസറ്റഡ് ഓഫീസർ, ഏത് റാങ്കിൽപ്പെട്ട ആൾക്കാണ് ഗസറ്റഡ് റാങ്ക് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊമോഷൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, എന്താണ് KSR റൂൾസ്, ഇതെല്ലാം നന്നായിട്ടൊന്ന് പഠിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഫാക്ട് കിട്ടും. അപ്പോൾ എന്താ, സംസ്ഥാന സിവിൽ സർവീസ് പഠിക്കുക, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മെയിൻ ആയിട്ട് നമ്മൾ നോക്കണം. കാരണം വളരെ
പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ വിട്ടുകളയരുത്. നന്നായിട്ട് ആ ഒരു ടോപ്പിക്കും കൂടെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ കേരള ഗവേണൻസിന്റെ ഭാഗത്ത് നമുക്ക് 3 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് അവിടെ നോക്കുക. പിന്നെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വൈറ്റമിൻസ് നന്നായിട്ട് പഠിക്കുക. വൈറ്റമിൻസ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന രോഗങ്ങൾ, എന്തൊക്കെ ഭക്ഷണങ്ങളിലാണ് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത്, വൈറ്റമിൻസിന്റെ അപര്യാപ്തത കൊണ്ട് സംഭവിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം കോസ് കാര്യങ്ങളെല്ലാം നല്ല പഠിക്കുക. പിന്നെ രോഗങ്ങൾ, രോഗകാരികൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലെവൽ എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ 12th ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഏത് ലെവൽ പരീക്ഷയ്ക്കും രോഗങ്ങൾ, രോഗകാരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്ക് നല്ല വെടുപ്പായിട്ട് പഠിച്ചിട്ട് പൊക്കോ. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികൾ നിങ്ങൾ ഒരു ദിവസം ഒരു 5 എണ്ണമെങ്കിലും വെച്ച് പഠിച്ചോ. ഒരുപാടുള്ള ആയുർദളം, ബാലമുകുളം, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. കുട്ടിയുടെ താലോലം ഉണ്ട്, നിങ്ങൾക്കറിയാം, വയോ അമൃതം ഉണ്ട്, വയോമിത്രം, ഒരുപാട് സാധനമുണ്ട്. ഇതെല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അത് പഠിക്കുമ്പോൾ പദ്ധതി തുടങ്ങിയ വർഷം പഠിക്കുക. ഏത് ഭരണാധികാരിയാണ് ആ സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ അതുമായിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ആർദ്രം പദ്ധതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെന്ററുകൾ എന്താണ് അവിടുത്തെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രോഗി സൗഹൃദമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ആർദ്രമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞ WCP പരീക്ഷയ്ക്കൊക്കെ ആർദ്രം നല്ല ഡെപ്തി ചോദിച്ചിട്ടുണ്ട്, പിന്നെ തുടങ്ങിയ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പദ്ധതികൾ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടു പോകാതെ അതിന്റെ ഡെപ്തിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ള കാര്യങ്ങളെന്ന് കൂടെ നന്നായിട്ടൊന്ന് പഠിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് ലെൻസിനെ പറ്റി പഠിക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസ്, പിന്നെ യൂണിറ്റുകളും അളവുകളും നന്നായിട്ട് പഠിച്ചു വെച്ചോണം. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഇതെല്ലാം ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ നന്നായിട്ട് ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് പിന്നെ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ 3 ടോപ്പിക്ക് ആദ്യഘട്ടത്തിൽ നോക്കുക. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റം, വാതക നിയമം, പിന്നെ വിവിധ തരം pH മൂല്യങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. വാട്ടറിന്റെയും ഒക്കെ pH മൂല്യങ്ങളും, ടൂത്ത് പേസ്റ്റിന്റെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിൽ അറേഞ്ച് ചെയ്യാനൊക്കെ തന്നു കഴിഞ്ഞാൽ ഈ അറിവ് നിങ്ങൾക്ക് അവിടെ പെടും. പിന്നെ വാതക നിയമങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആറ്റം വരുന്ന ടോപ്പിക്ക്, ആ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇത് വേണം നമുക്ക് PQ റെഫറൊക്കെ ചെയ്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അടുത്ത ഒരുപാട് സാധനങ്ങളുള്ള നമ്മുടെ കലാകായികം സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾ വളരെ നല്ല വ്യക്തമായിട്ട് നോക്കുക. കാരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം കേരള കലാമണ്ഡലവുമായിട്ട് വരുന്ന ഫാക്റ്റുകൾ പഠിക്കുക. കേരള കലാമണ്ഡലത്തിലെ പുതിയ അപ്പോയിന്റ്മെന്റ്, ഇപ്പോൾ കേരള കലാമണ്ഡലം നിങ്ങൾക്കറിയാം, പുതിയൊരു നർത്തക അധ്യാപകൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ പറ്റി പഠിക്കുക, രാമകൃഷ്ണൻ. പിന്നെ പ്രശസ്ത കലാകാരന്മാരെ പറ്റി പഠിക്കുക. ഇപ്പൊ നമ്മുടെ തോൽപ്പാവക്കൂത്ത്, പാവകളി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഫോക്ക് ആയിട്ടുള്ള ഫോക്ക് ആയിട്ടുള്ള എല്ലാ ഫെസ്റ്റിവൽസിനെ പറ്റി പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആർട്ട് ഫോംസ് എല്ലാം പഠിക്കുക. തോൽപ്പാവക്കൂത്തിനെയൊക്കെ പറ്റി പഠിക്കുക. പിന്നെ നമ്മുടെ മീനാക്ഷി കല്യാണം പാലക്കാടുള്ള, അതൊക്കെ നന്നായിട്ട് പഠിച്ചു. കഴിഞ്ഞ CPക്ക് ചോദിച്ചാണ്, അപ്പം വരാൻ സാധ്യത ഉണ്ട്. പിന്നെ MT വാസുദേവൻ നായർ വളരെ റെലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകളെ പറ്റി നോക്കുക, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ പറ്റി നോക്കി, അദ്ദേഹം എഴുതിയ പ്രത്യേകിച്ച് നമ്മുടെ MT ഫേമസ് കോട്ട് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോട്ടുകൾ, രണ്ടാം ഊഴത്തിലൊക്കെ പറയുന്നില്ല, ശത്രുവിന് വീണ്ടും അവസരം കൊടുക്കരുത്, അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അജയ്യനാവും, പിന്നെ അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് MD രണ്ടാം ഊഴത്തിൽ പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, MTയുമായിട്ടുള്ള കുറച്ചൊരു ഡെയിലി ഒരു 3-4 കോട്ട് അങ്ങ് നോക്കി. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ MT കോട്ട്സ് എന്ന് അടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോട്ടുകൾ കിട്ടും. അതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, അത് ആവശ്യം വരും. അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നോക്കി വെക്കുക, ആ സിനിമ തിരക്കഥകളുടെ പേരൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. കേരളവർമ്മ പഴശ്ശിരാജ 2009 എഴുതി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഫാക്റ്റുകൾ, റെയർ ആയിട്ടുള്ള ഫാക്റ്റുകൾ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ചിലപ്പോൾ ചോദിക്കും, അത് നോക്കി. ചെറുപുഞ്ചിരിയൊക്കെ ഡയറക്ട് ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ കടവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഡയറക്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, അതൊക്കെ വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് നോക്കാം. പിന്നെ റീസെന്റ് ഡെത്ത്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും കലാകാരന്മാർ റീസെന്റ് മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ സംഭാവനകൾ, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുക. പിന്നെ പത്മശ്രീ കിട്ടിയ മലയാളികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തെങ്കിലും കലാകാരന്മാരാണെങ്കിൽ നോക്കുക. ഇപ്പം റീസെന്റ് ആയിട്ട് നമ്മൾ IM വിജയൻ സാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ആരാണ്? അദ്ദേഹം ഇപ്പൊ MSPയിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ്. ഫുട്ബോൾ ഇതിഹാസം ചോദിക്കുന്നത് അതായിരിക്കും. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥനാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പിന്നെ MSPയിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് എന്ന് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും മടിക്കേണ്ടത് ശരിയാണ്. അദ്ദേഹം ഇപ്പൊ MSPയിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ്. പിന്നെ കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ, ചിത്രരചന, അങ്ങനെയുള്ള ആർട്ട് ഫോംസ് കാര്യങ്ങൾ നോക്കുക. പ്രധാനപ്പെട്ട് നമ്മുടെ അമൃത ഷെർഗിലിനെ പോലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. KCS പണിക്കറിനെ പറ്റി ഒന്ന് നോക്കുക. പിന്നെ ഒളിമ്പിക്സ് കഴിഞ്ഞു പോയി, പക്ഷെ എന്നാലും അത് ബന്ധപ്പെട്ട ഫാക്റ്റുകളെല്ലാം പഠിക്കുക. ആരാണ് പിന്നെ ഇന്ത്യക്ക് വേണ്ടി ആദ്യം പതാക ഏന്തിയത്, പിന്നെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ, അങ്ങനെ നീരജ് ചോപ്രയെ പറ്റി
അദ്ദേഹം വെള്ളിയാണ് നേടിയത്. അപ്പൊ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഒളിമ്പിക്സിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഓപ്പണിംഗ്, പിന്നെ സോങ്ങിന്റെ പേരെന്താണ്, എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. പിന്നെ അതിന്റെ വേദികൾ എന്തൊക്കെയാണ് നോക്കുക. പാരാലിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫാക്റ്റും കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുക. അത് നമുക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ കായികവുമായിട്ട് ബന്ധപ്പെട്ട ആഷസിന്റെ വേദി, ആഷസ് അല്ല, ഈ പറയുന്ന എന്തെങ്കിലും പുതിയ പുതിയ വേദികൾ, എന്തെങ്കിലും വേൾഡ് കപ്പിന്റെ വേദികൾ, ആ ടൂർണമെന്റുകളുടെ വേദികളെല്ലാം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. പിന്നെ ട്രോഫികൾ, പ്രധാനപ്പെട്ട ട്രോഫികൾ, ആഷസ് പോലെ ട്രോഫികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ ട്രോഫികൾ കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇന്ന ട്രോഫി, തോമസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സ്ഥിരം വരുന്ന ചോദ്യമാണ്, ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആഷസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ക്രിക്കറ്റുമായിട്ടാണ്. സന്തോഷ് ട്രോഫി, രഞ്ജി ട്രോഫി, ഇതൊക്കെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പഠിക്കുക. ബോർഡർ ഗവാസ്കർ ട്രോഫി, നിങ്ങൾക്കറിയാം, അലൻ ബോർഡർ എന്ന് പറയുന്ന എന്താണ് ബാറ്ററും പിന്നെ സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന ബാറ്ററും നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും കളിക്കാരെ, രവിചന്ദ്രൻ അശ്വിൻ ഇപ്പം വിരമിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് നോക്കുക. അദ്ദേഹം എടുത്ത വിക്കറ്റുകളുടെ എണ്ണം അങ്ങനെയൊക്കെ നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക. പിന്നെ വിരാട് കോഹ്ലിയെ പറ്റി വെറുതെ ഒന്ന് പഠിച്ചിട്ട് പോവുക. സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി വെറുതെ ഒന്ന് പഠിച്ചിട്ട് പോവുക. ഈവൻ ഡോൺ ബ്രാഡ്സ്മാനെ പറ്റി വേണമെങ്കിലും പഠിച്ചിട്ട് പോകാം. പക്ഷേ നിങ്ങൾ അത്രയും ഡീപ്പിലൊന്നും പോകണ്ട. ഞാൻ വെറുതെ പറഞ്ഞാൽ അതൊന്നും എടുത്ത് പഠിക്കാൻ നിൽക്കേണ്ട, സമയമെടുക്കും. തൂലികാ നാമങ്ങൾ നന്നായിട്ട് പഠിക്കുക. തൂലികാ നാമങ്ങൾ നല്ല വെടിപ്പായിട്ട് പഠിക്കുക. തൂലികാ നാമങ്ങൾ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നല്ല ഒരു ദിവസം ഒരു 5 എണ്ണം വെച്ചെങ്കിലും പഠിച്ചു പോവുക. പിന്നെ മലയാള സിനിമ ആദ്യത്തെ, അത് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഡിഗ്രി ലെവലിൽ പോലും മലയാള സിനിമ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ കളർ പടം ഏത്, പിന്നെ ആദ്യത്തെ 70mm സിനിമ ഏത്, പിന്നെ ആദ്യത്തെ സിനിമ ഏത്, ആദ്യത്തെ ശബ്ദചിത്രം ഏത്, ഒരുപാട് സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് 30 മാർക്കിനുണ്ട്. ഓരോ ദിവസം ഓരോ PQ ചെയ്യുക. ഫോഴ്സ് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് 10+2 ലെവൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളവും ഇംഗ്ലീഷും മാത്സും നിങ്ങൾ ചെയ്ത് പഠിക്കുക. മലയാളം ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക. പറ്റുമെന്നെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ കണ്ടെത്തി മലയാളം ഇംഗ്ലീഷ് മാത്സ് 30 മാർക്കിന് നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്കൊരു 25 എങ്കിലും ഒക്കെ ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പറ്റും. 25 ഒക്കെ പറ്റും. ക്യാൻസലേഷൻ വന്നാൽ പോലും 20+ എന്തായാലും കിട്ടൂടാ. 20+ എന്തായാലും കിട്ടും. ബാക്കി സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഇത്രയും ടോപ്പിക്ക് നിങ്ങളൊരു 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 5, നിങ്ങൾക്ക് നല്ല ടൈം ഉണ്ടെങ്കിൽ, നല്ല ടൈമുള്ളവർ എന്നെ ശ്രദ്ധിക്കുക. നല്ല ടൈമുള്ള ആൾക്കാർ ഈ 50 ടോപ്പിക്സ് 5 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. ഒരു ദിവസം 10 ടോപ്പിക്സ് വെച്ച് പഠിക്കുക. ഇനി സമയം പിന്നെ ഇങ്ങനെയൊക്കെ വേണം റിലാക്സ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്, നിങ്ങളെ തന്നെ പ്രഷർ ചെയ്യേണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ആൾക്കാർ 50 ടോപ്പിക്ക് 10 ദിവസം കൊണ്ട് പഠിക്കുക. എന്തായാലും ഈ 2 മാർജിനുള്ളിൽ 50 ടോപ്പിക്ക് നിങ്ങൾ തീർക്കണം. ഈ PDF ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ ഈ PDF നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഒരു 50 ടോപ്പിക്ക് നിങ്ങൾ ആദ്യം പോട്ടെ. സ്പെഷ്യൽ ടോപ്പിക്ക് പുതിയ നിയമങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനു മുമ്പേ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. അതായത് നമ്മുടെ സൂപ്പർ നോട്ട്സ്, നമ്മുടെ എന്താണ് കോഡ് യൂണിഫോം 2025 എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി, ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ടോപ്പിക്ക്. അവിടെ ഇപ്പോൾ BNSന്റെ ക്ലാസ്സുകൾ, ഇപ്പം വന്ന പുതിയ സിലബസ് പ്രകാരം BNSന്റെ ക്ലാസ്സുകൾ, BNS, BSA, പിന്നെ BNSS തുടങ്ങിയ എല്ലാ നിയമപുസ്തകങ്ങളിലെ ക്ലാസ്സുകൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിന്റെ ഫീ വരുന്നത് 3299 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ബീറ്റിന് പഠിക്കാം, പിന്നെ എക്സൈസിന് പഠിക്കാം, പോലീസിന് പഠിക്കാം, APOയ്ക്ക് പഠിക്കാം, പിന്നെ ഫയർമാന് പഠിക്കാം, എല്ലാത്തിനും നിങ്ങൾക്ക് പഠിക്കാം. ഇൻക്ലൂഡിങ് അതിൻ്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക് കിട്ടുന്നത്. നിങ്ങൾ ഓരോ പരീക്ഷയ്ക്ക് ഓരോ കോഴ്സ് തേടി പോകേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ കോഴ്സിൽ ഇൻക്ലൂഡിങ് എക്സാംസ്, മെന്റർഷിപ്പ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ചിൽ ഇതിൻ്റെതായ സമഗ്രമായിട്ട് ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ ബാച്ചിൽ കിടപ്പുണ്ട്. പിന്നെ ടെലഗ്രാം ചാനൽ അംഗമാവാത്തവർ ഉറപ്പായിട്ടും ടെലഗ്രാം ചാനൽ അംഗമാവുക. ഈ ഒരു PDF നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഇത് പ്രിന്റ് എടുത്തോ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു പഠനകാലം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് വരിക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് എന്തായാലും വീണ്ടും വരുന്ന സെഷൻസിൽ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾ പഠനകാലം, നമുക്ക് ഫോഴ്സ് ലെവലിൽ ഒരു പരീക്ഷ എന്നുള്ള ഒരു സ്വപ്നം കാണുന്ന എല്ലാവരും, കാക്കി ഇടണമെന്ന് സ്വപ്നം കാണുന്ന എല്ലാവരും കൂടെ പിടിച്ചോ, നിങ്ങൾക്ക് അത് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിത് ഈ ഒരു ടോപ്പിക് എഴുതിയിരിക്കുന്ന ശരിക്കും പറഞ്ഞ എൻ്റെ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ 2023 വിളിച്ച 24 പരീക്ഷ കഴിഞ്ഞ ആ CPO എക്സാം ഞാൻ ക്രാക്ക് ചെയ്ത് എങ്ങനെയാണോ, അപ്പൊ ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് പഠിച്ച ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഫോഴ്സ് ലെവലിംഗ് പിടിക്കാം, നന്നായിട്ട് പിടിക്കാം, നന്നായിട്ട് പരിശ്രമിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും സർക്കാർ സർവീസിൽ കയറാൻ സാധിക്കട്ടെ. ഇഷ്ടപ്പെട്ട കാക്കിയൊക്കെ അണിഞ്ഞ്, പുരുഷന്മാർ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളും ഇപ്പം കാക്കിയോട് ഭയങ്കരമായിട്ട് എന്താണ് ഒരു
ഒബ്സഷൻ വെച്ചിട്ടുണ്ട്. ആ ഒബ്സഷൻസ് എല്ലാം നടക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അപ്പോൾ നമുക്ക് വരും സെഷൻസിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ഓൾ, ബൈ.